എഴുത്തമറ നാളെ എടുത്ത ഈ നാടിൻ്റെ അല്ലേ അഭിമാനം, നാളെ ഇന്ത്യയുടെ രാഷ്ട്രപതി, നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആരും പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. KR നാരായണൻ്റെ എല്ലാ അനുഭവം, ഡോക്ടർ കലാമിൻ്റെ എല്ലാ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവാം. അവരൊക്കെ ഒരുപാട് തിക്താനുഭവത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്ന് ഇന്ത്യയുടെ അഭിമാനമായവർ. ഞാൻ MRS ക്ലാസ് എടുക്കുമ്പോൾ പോലെട്ടോ, MRS സ്കൂളിലെ പരവനെടുക്കുക, അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു മോളോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഒരു മോളോട് ചോദിച്ചാൽ എന്താണ് നിൻ്റെ ലക്ഷ്യം ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ആവണമെന്ന്. ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി പറഞ്ഞാൽ ആകെ ഒരാളല്ലേ, ഒറ്റ ഒരാളെ വരും. ഇപ്പോൾ പോലീസ് എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ട്, നേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ രാഷ്ട്രപതി ആവണമെന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഞാൻ വെച്ച കോമഡിക്ക് തമാശക്കിയത്. പക്ഷെ ഞാൻ മറ്റു കുട്ടികളോട് ചോദിക്കുമ്പോൾ മറ്റു കുട്ടികൾ പറഞ്ഞത് തമാശ അല്ല സാർ, അവൾ ഭയങ്കരമാണ്, അവൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏതോ മേഖലയിൽ ഉയർന്ന റാങ്കിൽ പഠിക്കുന്നുണ്ട്. അതേ ക്ലാസ്സിൽ കൃപാർന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ എണീച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയുടെ പട്ടാളക്കാരിയാവണമെന്ന്. ഒരു പെൺകുട്ടി അങ്ങനെ പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, പട്ടാളക്കാരിയാവണം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഞാൻ ആ കുട്ടിക്ക് ഒരു സല്യൂട്ടെല്ലാം കൊടുത്തു. ഇന്ന് ഞാൻ അറിയുമ്പോൾ അവൾ കാശ്മീരിൽ അതിർത്തി വരുമ്പോൾ കാവൽ നിൽക്കുന്നുണ്ട്, പട്ടാളക്കാരിയായി, നല്ല റാങ്കും ഉണ്ട്. ഒരാളുടെ ലക്ഷ്യം അല്ലേ, സമർപ്പണം ആവുമെന്നൊരു തോന്നിയതിന് ശേഷം അതിനുവേണ്ടി പ്രയത്നിച്ച ആ ഒരു രീതി, അങ്ങനെയാണ് കൃപ എന്ന് അന്ന് പറഞ്ഞത്. എന്താണ് അത് നേടിയെടുത്തു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ സംഭവമാണ്. MRS സ്കൂളിൽ, അതേ സ്കൂളിലൊരു കുട്ടി, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ PWD കാസർഗോഡ് PWDയിലേ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, എത്ര വലിയ റാങ്കാണ്. അവിടെയാണ് എൻ്റെ വൈഫില്ലത്. അപ്പോൾ MRS ക്ലാസ്സിലുണ്ടായ ഒരു കുട്ടിയാണ്. കാരണം അവൾ നേടണം എന്നുള്ള വാശി കൊണ്ട് നേടിയെടുത്തത്. നമുക്കാവാം, ഈസി ആയിട്ടാവാം. പക്ഷെ എന്താ ഒരു പ്രശ്നം, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും എന്ന് ചിന്തിക്കാൻ ഇപ്പം തുടങ്ങിയാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചതാവും. അമ്മേനെ അച്ഛനെ ധിക്കരിച്ചാൽ നമുക്ക് ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. എത്തിയാൽ തന്നെ സുഖം ഉണ്ടാവില്ല. യെസ് ഓർ നോ? കറക്റ്റ്? എന്തേ പറയാത്തെ? യെസ് ഓർ നോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ? അമ്മേനെയൊക്കെ അച്ഛനെ ധിക്കരിക്കുന്നു, ഗുരുവിനെ ധിക്കരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന ഇവരൊക്കെ ഗുരുതുല്യരാണ്. ഇവരെ നിങ്ങൾ ധിക്കരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. നിങ്ങളെ നിയന്ത്രിക്കാൻ ആളില്ലാതെ വരും. സ്വാഭാവികമായിട്ട് നമ്മൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ ഉറച്ച മനസ്സോടെ, ദീർഘവീക്ഷണത്തോടെ, ലക്ഷ്യബോധത്തോടെ, ഗോൾ സെറ്റിംഗ് അത് നേടിയെടുക്കാനുള്ള ആവേശത്തോടെ മുമ്പോട്ട് പോയാലും മക്കളെ, നിങ്ങൾ അഭിമാനത്തോടു കൂടി ഈ നാട്ടിലേക്ക്, ഈ നാടിൻ്റെ അഭിമാനമായി മാറും. ഈ ക്ലബ്ബ് നിങ്ങളെ സ്വീകരിക്കില്ലേ ഓലേട്ടാ? കുറേ കൊല്ലം കഴിയുമ്പോൾ ഉയർന്ന റാങ്കെല്ലാം നേടി വരുമ്പോൾ സ്വീകരിക്കൂലേ? നിങ്ങളുടെ സ്കൂളിൽ സ്വീകരിക്കൂലേ? സ്വീകരിക്കും. തുറന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. തുറന്ന് പറയാനുള്ള മനസ്സില്ലാത്തതാണ് പലപ്പോഴും പ്രശ്നം. നമ്മൾ അമ്മയോട് പലതും തുറന്നു പറയില്ല, അച്ഛനോട് തുറന്നു പറയില്ല. ഇന്ന് രാവിലെ പത്രം വായിക്കുമ്പോൾ കണ്ടത് ഒരാൾ കൈവിരലെല്ലാം മുറിച്ച് മാറ്റി. എന്തിനറിയോ? പണിയെടുക്കാൻ മടിയല്ല, പണിയെടുക്കാൻ പറ്റുന്നില്ല, കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ട, അതുകൊണ്ട് എനിക്ക് ആ ജോബ് വേണ്ട. ബന്ധുവിൻ്റെ നിർബന്ധം കൊണ്ട്, ബന്ധുവിൻ്റെ വലിയൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, സ്ട്രെസ്സാണ്. അതുകൊണ്ട് പറയാൻ പേടിയാണ്. അതുകൊണ്ട് കൈവിരൽ മുറിച്ച് മാറ്റി എൻ്റെ ജോലി പോകുമല്ലോ, രക്ഷപ്പെട്ടു എന്ന് ചോദിച്ച് കൈവിരൽ മുറിച്ചു. ആക്സിഡൻറ്റിലാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് അഹമ്മദാബാദിൽ നടന്ന സംഭവം. പിന്നീടാണ് മനസ്സിലായത് ജോലി ചെയ്യാൻ താല്പര്യമില്ല, എൻ്റെ പറയാൻ മടിച്ചിട്ട് സ്വന്തം കൈവിരൽ മുറിച്ചത്. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് രാവിലെ തന്നെ കണ്ട വാർത്ത. തുറന്ന് പറയാനുള്ള ചങ്കുറ്റം, ധൈര്യം അത് നമുക്കുണ്ടെങ്കിൽ, അമ്മയോട് അച്ഛനോട് എന്ത് നമുക്ക് തുറന്ന് പറയാൻ പറ്റിയാൽ, നിങ്ങൾക്ക് ആശയവിനിമയം ചെയ്യാൻ പറ്റിയാൽ, ഷെയർ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. ഇതെല്ലാം മൂടി വെക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അപകടത്തിലേക്ക് ഞാനും നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, നമ്മൾ അപകടത്തിൽ പോകുന്നത് നമ്മൾ തുറന്ന് പറയാത്തതുകൊണ്ട് മാത്രമാണ്. യെസ്, നമുക്ക് തുടങ്ങാം. യെസ്, ഒരു തവണ കൈയടിച്ചേ, ഒരു തവണ കൈയടിച്ചേ. 1 ഗുഡ്. 1 ഒച്ചത്തിൽ അടിക്കണേ, കയ്യാർന്ന് മാറ്റി പുറത്തേക്കിട്ടെ. ഗുഡ്. 1 എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയോ? കുട്ടികളല്ല, സ്റ്റുഡൻ്റ് അല്ലാഞ്ഞിട്ട് പോലും ഈ ബ്രദറെല്ലാം ഈ കുട്ടികളോട് സപ്പോർട്ട് ചെയ്യുന്നു. അത് സന്തോഷമല്ലേ? എല്ലാ സ്ഥലത്തും കിട്ടുമോ? എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ല. ഒന്നുകൂടി അടിച്ച 1 2 3 തെറ്റിക്കൂടാ. 4 5
6 7 8 9 പോട്ടെ 10. പലപ്പോഴും നമ്മുടെ പ്രശ്നം തരും, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവില്ല, കൈയടിക്കാനുള്ള മനസ്സുണ്ടാവില്ല, പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സുണ്ടാവില്ല. റെഡി? യെസ്. ഒന്ന് ഉഷാറിലെ നീ പറഞ്ഞിരുന്നേ ഉഷാറിലേക്ക്. ഗുഡ്. എൻ്റെ ക്ലാസ്സിലുണ്ടായ കുറേ കുട്ടികളുണ്ടല്ലോ. എത്ര പേരുണ്ടായിന് എൻ്റെ മുമ്പിൽ? ഇതിനു മുമ്പ് എൻ്റെ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിന്? കൈവക്കിക്കോ. ഒരു NSS കാരനുണ്ട്. പിന്നെ മോളുണ്ടായിന് അല്ലേ? നിങ്ങളെല്ലാം കണ്ട നല്ല പരിചയമുണ്ട്. നീ SPC അല്ലേ? നീ SPCയാ? ഗുഡ്. ബാല സ്കൂൾ അല്ലേ? ശരി. 1ാം ക്ലാസ്സിലുണ്ടോ? ഇല്ലല്ലോ. 2ലുണ്ടാവും. 3ല് 4ല് 4ാം ക്ലാസ്സിലാ? ഗുഡ്. 5ല് 6ല് 7ല് ഗുഡ്. 8 9 10 11 12 12ന് മുകളിൽ. ഓക്കെ. ഭാരവാഹികളാ ക്ലബിൻ്റെ അല്ലേ? ബാലസംഘം ഉണ്ടാ ഇവിടെ? ബാലസംഘം ഉണ്ട് ഇവിടെ. ശരി. ആരംഭിക്കാം നമുക്ക്. പുറത്തെടുക്കാനാണ് ഗോവലേട്ട പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇടയായിരുന്നു കുറച്ചും കൂടി ബെറ്റർ പുറത്തിനെ കാണും. ഓക്കെ. വെറുതെ ഇരിക്കാനല്ല, നിങ്ങൾ ഇങ്ങോട്ട് എന്താ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് സംസാരിക്കും, കളിയെല്ലാം ഉണ്ടാവും. വേണ്ടേ? കളിക്കാം നമുക്ക്. വേണ്ടേ? വേണം. നമുക്ക് പുതിയ നല്ല നല്ല കളികളെല്ലാം കളിക്കാം. നോക്കാം. നിങ്ങളുടെ സ്മാർട്ട് നോക്കിയിട്ടേ കളിക്കും. ഇപ്പം ഒരു കാര്യം പറയട്ടെ, ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാനൊരു 2 കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും. ഗോവലേട്ടാ, 2 കുട്ടികൾക്ക് ഞാൻ സമ്മാനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വൃക്ഷത്തൈയാണ് കൊണ്ടുവരാറ് പൊതുവേ. എല്ലാ ക്ലാസ്സിലും വൃക്ഷത്തൈ കൊടുക്കും. പക്ഷേ ഞാൻ ഈ 2 സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 2 വൃക്ഷത്തൈ കൊണ്ടുവരും. ആരാണ് ഔട്ട്സ്റ്റാൻഡിങ് അവർക്ക് സ്പെഷ്യൽ അവാർഡ് കൊടുക്കും. ഇപ്പം ഇത് കൊടുക്കും. വാങ്ങാൻ റെഡിയാണോ? ഒച്ചത് പറ. റെഡി എന്ന് പറ. യെസ്. ഈ 2 സമ്മാനം ഈ ക്ലാസ്സിൽ ഔട്ട്സ്റ്റാൻഡിങ്. ആരാണോ ഉഷാറാക്കുന്നത്, ആരാണോ നല്ല സ്മാർട്ടായിട്ട് പെരുമാറുന്നത്, ആരാണോ ചിരിച്ചോണ്ട് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്, ആരാണോ താല്പര്യത്തിലിരിക്കുന്നത്, ആരാണോ ഉറങ്ങാതെ ഇരിക്കുന്നത്, കുറച്ച് സമയം ഉറങ്ങാതെ ഇരിക്കുന്നത്, ആരാണ് കളിക്കാൻ പറയുമ്പോൾ കളിക്കുന്നത്. ഓക്കെ, റെഡി? ആരാണ് ഒച്ചത്തിൽ നല്ലോണം ഞാൻ ചോദിച്ചാൽ സംസാരിക്കുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ഈ സമ്മാനം കൊടുക്കും. സമ്മാനത്തിന് ഭയങ്കര വിലയുണ്ട്, നല്ല വിലയുണ്ട് മോളെ. സമ്മാനമെല്ലാം ഉണ്ട് കേട്ടാ. ക്ലാസ്സിൽ നല്ല മിടുക്കാനായാലും റെഡിയല്ലേ? വാങ്ങുവാ നീ വാങ്ങുവാ? വാങ്ങും. ബാല സ്കൂളാ? SPCയാ? ഇല്ല, SPC അല്ല അല്ലേ? ഓക്കെ. ബാല സ്കൂൾ എല്ലാവർക്കും എന്നെ അറിയാം, അതുകൊണ്ടാ. ശരി. ഒന്ന് ഹാക്കി എല്ലാവരും. ഒച്ചത്തില് മെടുക്കാൻ. ഒന്നുകൂടി. ഇനി ഞാൻ കൈകൊണ്ട് ആക്ഷൻ എടുക്കുമ്പോൾ അതുപോലെ ചെയ്താൽ സന്തോഷമാവുക. എൻ്റെ അമ്മേ, എന്താ പിള്ളേര് സത്യം മിടുക്കന്മാരല്ലേ? നിങ്ങളെ കഴിവാന്ന് കേട്ടാ. നിങ്ങളിങ്ങനെ ഇവരെ മാറ്റിയെടുത്തിന്. ബാലയിൽ ഈർത്ത അമ്പാവരത്ത് പിള്ളേർ ഇത്ര ഉഷാറാ. ഞാൻ സത്യമായിട്ട് വെറുതെ ഞാൻ ഒരു സ്ഥലത്ത് ഇത്ര നല്ല പിള്ളേരെ കണ്ടിട്ട് ഞാൻ കൈയടിക്കടാ. ഞാൻ വിളിച്ചെന്താ, ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ചള്ളന്മാരായിട്ടിരിക്കാൻ താല്പര്യമില്ലാതെ മടിയാവും. അപ്പം നമുക്ക് മടിയാവും അല്ലേ? അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമല്ലേ? പക്ഷെ ഇടത്തുമ്പോൾ എല്ലാ പിള്ളേരും നല്ല ഉഷാർ കരുത്തന്മാരും മിടുക്കന്മാർ. എന്താ കൈയടിക്കാതെ? ശരി. അത് പിന്നെ ചെയ്യാം. ഒപ്പ് പിന്നെ ചെയ്യാം. മോനെ കൊണ്ടാ ലാസ്റ്റ് ചെയ്യാം. പോമ്പ ചെയ്യാം. കൊണ്ടാ പോമ്പെടുക്കാം. അപ്പോൾ ഒപ്പിടണം എല്ലാവരും. ഇത് തെളിവാണ്. ശരി. വിട്ടുകാൽ ഞാൻ മാർക്ക് തരും, അത് മനസ്സിൽ വെക്കണം മോനെ. എനിക്ക് 5 മാർക്ക്. നല്ല ഉഷാറായിട്ട് ചെയ്തു, ഞാൻ കണ്ടു. മനസ്സിൽ വെച്ചോ? ഓക്കെ. ഓഹോ, ആഹാ, നിങ്ങൾക്ക് പാടിത്തന്ന പാട്ട് ഒരിക്കലും കൂടി കൊടുക്കട്ടെ. ചിരിക്കാം നമുക്കൊന്ന് ചിരിക്കാം. ആര് നന്നായിട്ട് പാടുന്നത് നോക്കട്ടെ.
ആഹാ ചിരിക്കാം, ചിരിക്കാം. മോൻ 5 മാർക്കേ. നല്ല മിടുക്കനാണ്, നല്ല അഭിനയിച്ച് ചെയ്യുന്നുണ്ട്, നല്ല അഭിനയിക്കുന്നത്. നാടകളിരിക്കൽ പറ്റിയ പിള്ളേരാണിത്. ആ ചിരിക്കാം, ചിരിക്കാം, ആഹാ ചിരിക്കാം, ചിരിക്കാം, ഓഹോ ചിരിക്കാം, പാട്ടുപാടി ചിരിക്കാം, കഥ പറഞ്ഞ് ചിരിക്കാം, ഡാൻസ് കളിച്ച് ചിരിക്കാം, 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 നമുക്കൊന്ന് ചിരിക്കാം. 4-5 പിള്ളേർ ഉഷാറാക്കുന്നേ. നാണക്കേടാക്കരുത്. +2 കുട്ടികൾ നാണക്കേടണ്ടാ? നാണക്കേടാക്കരുത്. ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന നിമിഷം എല്ലാം ആസ്വദിക്കണം, വേണ്ടേ? നമുക്കിപ്പോൾ കല്യാണത്തിന് പോയാലും അവിടെ പാട്ട് പാടുമ്പോൾ ഡാൻസ് കളിക്കുന്നില്ലേ? അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ സ്റ്റേജിൽ തമിഴ് പാട്ട് പാടുമ്പോൾ കളിക്കുന്നില്ലേ? അപ്പം ഞാൻ കളിക്കും. ആ സമയത്ത് ഞാൻ വലിയ കമ്മീഷണറെന്നോ വലിയ മാഷെന്നോ ഞാൻ നോക്കി എൻജോയ് ചെയ്യാൻ പറ്റിയ സമയത്ത് ചെയ്യണം, ചെയ്യണ്ടേ? അതുപോലെ മരിച്ച വീട്ടിൽ നിന്ന് നമുക്ക് ഡാൻസ് കളിക്കാൻ കഴിയോ? നോ. മരിച്ച ആളെ കിടക്കുന്നുണ്ടാവും അല്ലേ? അയാൾ പോകാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചത്. കാരണം വെള്ളമടിച്ച് നാട്ടിലിടി ബുദ്ധിമുട്ടിക്കുന്നവനായിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും? വെറുതെ അഭിനയിക്കും അല്ലേ? ഈശ്വരാവ് അല്ലേ? അപ്പൊ നമ്മടെ ഡാൻസ് കളിക്കുവോ? പാട്ട് പാടുവാ? നമ്മ അവിടുന്ന് ചിരിക്കുവോ? ശ്മശാനത്തും ചിരിക്കുവോ? ഇല്ല. പക്ഷെ ചിരിക്കേണ്ട സ്ഥലത്തും ചിരിക്കണ്ടേ? കളിക്ക് കളി, ചിരിക്ക് ചിരി, കാര്യത്തിന് കാര്യം. ഒന്നുകൂടി പറഞ്ഞേ, കളിക്ക് കളി, ചിരിക്ക് ചിരി. അതായിരിക്കണം യുവധാര ക്ലബിലെ കുട്ടികൾ അല്ലേ? അങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കളിക്ക് കളി, ചിരിക്ക് ചിരി, കാര്യത്തിന് കാര്യം. ഇതെന്റെ +2 വിട പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പെൺകുട്ടി ഫ്രണ്ട് എനിക്ക് എഴുതി തന്ന മാറ്ററാണ്. അജിത്ത്, കളിക്ക് കളി, ചിരിക്ക് ചിരി, കാര്യത്തിന് കാര്യം. അതാണ് അജിത്തിന്റെ പ്രകൃതം. അതങ്ങനെ തന്നെ തുടരുക. ആശംസകൾ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഞാൻ അത് നിങ്ങളോട് പറയുന്നത്. കളിക്കേണ്ട സമയത്ത് കളിച്ചോ? കളിക്കണ്ടേ? അല്ല, 24 മണിക്കൂർ പുസ്തകം വായിച്ചോണ്ടിരുന്ന പ്രാന്തായി പോകില്ലേടാ? സന്തോഷമായി അല്ലേ? പഠിക്ക് 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 പഠിക്കും പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ പറയണം, ഞാൻ പഠിക്കാം, കളിക്കുമ്പോ കളിക്കണം, ചിരിക്കുമ്പോ ചിരിക്കണം, കാര്യത്തിന് കാര്യം. യെസ് ഓർ നോ? പക്ഷെ അച്ഛനമ്മയും പഠിക്കുന്ന വെറുതെ അല്ല, അവരുടെ വലിയ ആഗ്രഹമാണ്, വലിയ ആഗ്രഹം. ചിരിക്കാം, 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 നമുക്കൊന്ന് ചിരിക്കാം, ആഹാ ചിരിക്കാം. 2-3 ആൾ പാടത്തില്ല ആയിക്കോട്ടത്തിൽ. 2-3 ആൾ പാടിയില്ലെങ്കിൽ, കളിച്ചില്ലെങ്കിൽ, വർത്താനം പറഞ്ഞില്ല, എല്ലാവർക്കും ബാധിക്കും അല്ലേ? ശരിക്കും നിങ്ങളല്ല പിള്ളേരാ. ആഹാ ചിരിക്കാം, ചിരിക്കാം. ഞാനൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോനറിയില്ലേ, ഞാനിങ്ങനെ അവരെല്ലാം കഞ്ഞിങ്ങറി വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കാണുമ്പോൾ. കുറേ പിള്ളേരുണ്ട് എൻ്റെ വീട്ടിൽ. ഒരു 12 മക്കളുണ്ട്. എനിക്കല്ല കേട്ടാ, തെറ്റിയിരിക്കണ്ട. എൻ്റെ ചേച്ചി അനിയത്തിയെല്ലാം കൂടി 12 മക്കൾ. അപ്പം ഇങ്ങനെ അവർ കളിക്കുമ്പോൾ കഞ്ഞിങ്കറി വെച്ച് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഖുഷിയായി. ഖുഷി മനസ്സിലായില്ലേ? സന്തോഷമായി. ഞാൻ അവിടെ പോയി എന്നെ കളിക്കാൻ ചോദിച്ചു. അപ്പം മോൻ പറയുന്നു, ശരി ഞാൻ കൂട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനായിട്ട് അഭിനയിച്ച് വരുന്നത് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അച്ഛനല്ലേ? അത് ഞാനിവിടെ അച്ഛൻ, നിങ്ങൾ എൻ്റെ അച്ഛനായതുകൊണ്ട് വെല്ലിച്ചനായിട്ട് പറഞ്ഞു. നാണക്കടായി പോയി. അങ്ങനെ ഞാൻ വടിയെല്ലാം കുത്തി വെല്ലിച്ചനായിട്ട് വന്ന്. എന്താണ് കഞ്ഞിങ്കറിക്ക് ഉണ്ടാകുന്നത്? ചോറിന് അതെ, ചോറ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? മണ്ണ് കൊണ്ട് ഉണ്ടാക്കും. പൂ ഉണ്ടാവും, ചരക്ക ഉണ്ടാവും, ഇല ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, അടുപ്പുണ്ടാവും, ഉണ്ടാവില്ലേ? വേറെ ഉണ്ടാവും ചില കളികൾ. ഞാൻ കളിച്ചിന് കുട്ടിക്കാലത്ത്, അതുകൊണ്ട് ഓർമ്മയിൽ ഒന്നുകൂടി കളിച്ചാണ്. ഞാൻ വടിയായിട്ട് വന്ന് വടിയിൽ കുത്തി വന്ന് ചോറെല്ലാം വെച്ചിട്ട് സന്തോഷത്തെ പോയി. 10 മിനിറ്റ് എനിക്ക് സന്തോഷമായ, ഹാപ്പി ആയ. എൻ്റെ 1 വയസ്സ് കുറഞ്ഞിട്ടുണ്ടാവും കുഞ്ഞോളോടത്ത് കളിക്കുമ്പോൾ. ആ സമയത്ത് ഞാൻ വലിയ സ്കൗട്ടാണ്, അതാണ് ഇത് പറഞ്ഞ കാര്യമുണ്ടാ? നോ. ആ സമയത്ത് അവരുടെ രീതിയിൽ നമ്മൾ മാറുന്നു, കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളോടൊപ്പം കുറച്ച് വലിയ കുട്ടികൾ അതേപോലെ കളിക്കാൻ, ചിരിക്കാൻ, പാഠം ചെയ്യുമ്പോൾ മനസ്സൊന്ന് റിലാക്സ്. യെസ്. ഈ കഞ്ഞിങ്ങറിയിൽ വേറൊന്നുണ്ട്, ഓനോളായിട്ട് വരലുണ്ട്. കല്യാണം ഇല്ലേ? കല്യാണം കഴിക്കല് അനിയത്തിയായിരിക്കും ഓള്, സ്വന്തം അനിയത്തിയായിരിക്കും ഓളായിട്ട് വരുന്നത് അല്ലേ? കണ്ടിട്ടേ എന്ത് രസമല്ലേ? ഭയങ്കര രസമാണ്. അതെല്ലാം കളിച്ച് ജോളിയായി സന്തോഷം. കല്യാണം എല്ലാം കഴിഞ്ഞ് ബിരുന്നെല്ലാം കഴിച്ച് ഇറച്ചിക്കറിക്ക് എന്താണ്? കല്ലെല്ലാം ഉണ്ടാവും അല്ലേ? കല്ലും മണ്ണല്ലാതെ ഇറച്ചിക്കറിയാല.
മീൻകറി എന്തെല്ലാം ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കളിക്കുമ്പോൾ സന്തോഷമല്ലേ? കളിക്കല്ലേ? എന്നാ ഞാനിപ്പോൾ ഇത് ഈ കളി കളിക്കലുണ്ട്. എന്ത് അതിനെ പറയില്ല, അണ്ടർ ഓവർ ഇങ്ങനെ ആക്കിയിട്ട് അത് എറിഞ്ഞിട്ട് തുള്ളിൽ പിടിക്കുന്നേ കണ്ടിട്ടേ. അത് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. മനസ്സിലായ അതിനെന്ത് പറയല്? നാലാം കോട്ട. യെസ്, നാലാം കോട്ട കളിക്കലുണ്ട് ഞാൻ. രസം പെങ്ങന്മാരെല്ലാം ചെറിയ കുട്ടികൾ കളിക്കാൻ ഞാൻ പോയിട്ട് കളിക്കും. മനസ്സൊന്ന് ഹാപ്പിയായി. എന്തെല്ലോ ടെൻഷൻ ഉണ്ടാവില്ലേ ജീവിതത്തിൽ? നിങ്ങൾക്കായിച്ചപ്പാ നമുക്കുണ്ടാവും അല്ലേ? നമ്മൾ കുറച്ച് വലുതാകുമ്പോൾ കോളേജിലെത്തുമ്പോൾ ടെൻഷൻ വരും, പിന്നെ ജീവിത പ്രശ്നം വരും, കല്യാണം കഴിഞ്ഞിരുമ്പോൾ ജീവിത പ്രശ്നം വരും, അച്ഛനാകുമ്പോൾ ജീവിത പ്രശ്നം വരും, കടബാധ്യത ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമൂഹ്യ പ്രശ്നം ഉണ്ടാവും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, ക്ലബിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായ പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പൊ ടെൻഷൻ ഉണ്ടാവില്ലേ? ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നതായോ? എല്ലാവർക്കും പറഞ്ഞെടുക്കായോ? നമുക്ക് ടെൻഷൻ ഉണ്ട്, എന്റെ കുറച്ച് ടെൻഷൻ മാറ്റെന്ന് പറയായോ? അങ്ങനെ പറയില്ല. നമ്മൾ ടെൻഷൻ മാറ്റാൻ വേണ്ടി കുറെ ടെക്നിക്ക് ഉണ്ട്. ഇപ്പൊ എന്റെ ടെൻഷൻ കുറച്ച് കഴിയുമ്പോൾ പോവും. എന്റെ മനസ്സിൽ രാവിലെ എന്തെല്ലാം ടെൻഷൻ ഉണ്ടായിനി അതെല്ലാം ഇപ്പൊ ഇവിടുന്ന് പോവും. എന്തുകൊണ്ട് പോന്നേ? നിങ്ങളോടൊത്ത് കളിക്കുന്നു, നിങ്ങളോടൊത്ത് സംസാരിക്കുന്നു, നിങ്ങളോടൊത്ത് പാടുന്നു. ആ സമയത്ത് എല്ലാം മറക്കുന്നു. അപ്പൊ ജീവിക്കണം. കുറെ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? സ്നേഹിക്കാൻ കുറെ കുട്ടികളുണ്ട്, അമ്പാപുരത്തെ കുറെ താരങ്ങളുണ്ട് എന്ന് തോന്നിപ്പോയില്ലേ? അങ്ങനെ എല്ലാത്തും ഇടപെടണം, അതിന് ജോലിയാക്കണം, എൻജോയ് ചെയ്യണം, എന്റർടൈൻമെന്റ്. അതൊന്നും നാളേക്ക് വെക്കാനില്ലതല്ല. ആണോ? അല്ല. അവിടെ +2 ഡിഗ്രി ഒന്നും നമ്മൾ നോക്കണ്ട, മസിൽ പിടിക്കണ്ടാന്ന്. ആര് റെഡി? യെസ്, നല്ല മക്കൾ. ഞാൻ ഓളർക്കിടക്ക് ഡാൻസ് കളിക്കലുണ്ട്. ഞാൻ ഡാൻസറൊന്നും അല്ല കേട്ടാ. എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർക്ക് അറിയാം. ഭാര്യയുടെ കൂടെ ഇടക്കിടക്ക് തുള്ളും. എൻ്റെ കുറേ വീട്ടിൽ കുഴപ്പമാവും. നീ അങ്ങനെ കളിക്കല്ലോ, ഇവിടെ പ്രാന്താന്ന്, ഇവിടെ എൻ്റെ ഓള് ചൊറയാക്കുന്നു. രസമല്ലേ? അല്ലേ? രസാന്ന്. ചിരിക്കാം നമുക്കൊന്ന് ചിരിക്കാം. ഞാനൊരു പാട്ട് പാടുന്നുണ്ടെങ്കിൽ, ഞാനൊരു കളി കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യം ഉണ്ടാവും, അതിനർത്ഥം ഉണ്ടാവും, അത് ജീവിതമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഉറപ്പ്? യെസ്. ഉഷാറാക്കുക. കുറച്ച് സമയം അടിച്ച് പൊളിക്കാം. ആർ റെഡി? പോരാ? ആർ റെഡി? പിള്ളേർ നാളെ നിങ്ങൾ നോക്കിയോ, ഇതിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളുണ്ടാവും. നിങ്ങൾ നോക്കിക്കോ. ഞാൻ 3 ആളെ നോട്ട് ചെയ്ത് വെച്ച്, 3 ആളെ കണ്ണും പുരുകം കണ്ടിന് ഞാൻ നോട്ട് ചെയ്ത്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ് ഡെയിലി. ഇന്നലെ 2 കുട്ടികൾക്ക് ഉണ്ടായിന് രാത്രി, പെൺകുട്ടികൾ. ഗോവലട്ടൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. 2 പെൺകുട്ടികൾ വഴിതെറ്റിപ്പോയി, ലഹരിക്കടിമയായി. പെൺകുട്ടികൾ ലഹരി പറഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളടി അതൊന്നുമല്ല, അതൊന്നും വലിയ സംഭവമല്ലല്ലോ. വളരെ മോശം സ്റ്റേജിലെത്തിപ്പോയി. കൗൺസിലിംഗ് ചെയ്യേണ്ടി വന്നു. ക്ലാസ് എടുത്ത് ശരിയാക്കിയെടുത്ത്. അങ്ങനെയല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഈ പ്രദേശത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇവർ വിടൂല, ചേട്ടന്മാർ ചേച്ചിമാർ വിടൂല. നിങ്ങളെ പൊളിയരും നിങ്ങൾക്ക് തരണ്ടേ? തെറ്റ് കണ്ടാൽ വഴക്ക് പറയണ്ടേ ഇവര്? നീ ആരുടെ എന്നെ വഴക്ക് പറയാന്ന് ചോദിക്കുക? അങ്ങനെയുണ്ട് ചില പിള്ളേർ, വലിയ അഹങ്കാരികൾ. തെറ്റ് കണ്ടിട്ടായിരിക്കും ഏട്ടന്മാർ പറയുന്നത് അല്ലേ? നീ ആരുടെ എന്നെ പറയാ? എനിക്ക് അച്ഛനമ്മയില്ലേ? അങ്ങനെല്ലാം ഉണ്ട്. ഉഷാറാക്കുക. ഈ കൂട്ടത്തിൽ ഒരാൾ ഉഷാറില്ലെങ്കിൽ എല്ലാവർക്കും അത് ബാധിക്കും. ഓക്കെ, റെഡി? യെസ്. ചിരിക്കാം നമുക്കൊന്ന് ചിരിക്കാം. ചിരിക്കാം മോളെ. സൂപ്പർ. 5 പോയിന്റ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരാളെ. നല്ല മിടുക്കി. 5. പൊട്ടി ചിരിക്കാം. മെല്ലെ ചിരിക്കാം. ശാന്തമായി ചിരിക്കാം. കക്ക ചിരിക്കാം. കക്ക ചിരിക്കാം. കിക്കി ചിരിക്കാം. കുക്കു ചിരിക്കാം. കുക്കു ചിരിക്കാം. ചിരിക്കാം. നമുക്കൊന്ന് ചിരിക്കാം. 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 ചിരിക്കാം.
നല്ല മിടുക്കൻ, നല്ല മക്കള്. ലക്ഷ്യമുണ്ടോ ഇങ്ങക്ക്? ഉണ്ടാ എന്താ മോനെ? എന്ത് വലുതാൻ പാന്നേ? മിലിറ്ററിയാ? ഇയാളാ നേവിയിലാ? ഇപ്പുറത്തെ ആള് എഞ്ചിനീയർ. എന്ത് എഞ്ചിനീയർ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇപ്പുറം മോനെ എന്താ ലക്ഷ്യട്ടെ? എന്ത് പഠിക്കുന്നേ? ഏടാ? ഫസ്റ്റ് ഇയറാ? സെക്കൻഡ് ഇയർ. എന്ത് ലക്ഷ്യം? എഞ്ചിനീയർ. CS പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമല്ലോ അല്ലേ? ആ ഇയാള് പോലീസ്. ഇപ്പം എന്ത് പഠിക്കുന്നേ? എടാ പുതുമേൽ. ഏത് സബ്ജക്റ്റ്? ഗുഡ്. പോലീസ്. പോലീസായാൽ മതിയാ? സാധാ പോലീസാ? ആ അങ്ങനെ പറയണം. ഗുഡ്. സബ് ഇൻസ്പെക്ടർ. എന്തായാലും ആവും കേട്ടോ നീ. നിങ്ങളെല്ലാവരും മനസ്സിൽ വെച്ചോ. ഓന എന്ത് പേരിൻ്റെ? അഭിജിത്ത്. വാ SI അഭിജിത്ത് ബാര. നിങ്ങൾ നോക്കിക്കോ. ആവൂലേ? കൈയടിക്കലാ. ഹൃദയത്തിലില്ലേ? ഉറപ്പല്ലേ? വെറുതെ പറഞ്ഞതാ? അല്ല, നീ വെറുതെ പറഞ്ഞല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൻ വെറുതെ പറഞ്ഞല്ല. നല്ല ലക്ഷ്യം വെച്ചിട്ട് പോകുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് എടുത്തതാണ്, പോലീസാവും. അത് സബ് ഇൻസ്പെക്ടറാണ്. അത് മതി. ഞാൻ അങ്ങനെ വലിയ IG ആണെന്നൊന്നും ആദ്യം തന്നെ പറയുന്നില്ല. അതെല്ലാം മെല്ലെ മെല്ലെ കയറിക്കോളും. ആണ് കാട്ട് പോരെ. നമ്മളെ നാട്ടിൻ പുറത്ത് പഠിച്ചിട്ട് ചിലപ്പോൾ IPS ആയിക്കൂടാന്നൊന്നുമില്ലല്ലോ അല്ലേ? അപ്പുറത്താളാ എഞ്ചിനീയർ. ഇയാളാ മിലിറ്ററി. ഇയാളാ നേവി. ഇയാളാ കപ്പൽ. ഇയാളാ മിലിറ്ററി. ആ കപ്പൽ. മോനെ എന്ത് പഠിക്കുന്നേ? +2 ഉദുമേലി. മിലിറ്ററിയോടെ താല്പര്യം? ഓക്കെ. ഹൈറ്റ് എത്രയില്ലേ? ഇതുവരെ നോക്കിയിട്ടാ? 167. 167 ഉണ്ടല്ലോ. ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഞാനായ പോലെ ഇപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. ഞാൻ പോലീസ് ആവാൻ വേണ്ടിയിട്ട് പോയി ഇൻ്റർവ്യൂവിന്. എന്നെ അടിമുടി നോക്കിയിട്ട് ഒറ്റ പുറത്താക്കൽ. അറ്റൻഷൻ നിന്നിട്ട് പിച്ച കൊണ്ട് കഴിഞ്ഞാൽ ഒരു വെത്ത് വന്നിനി. എൻ്റെ അച്ഛൻ കൊണ്ടുപോയത്. അപ്പം ഡയറക്റ്റ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ. അച്ഛൻ ഇതൊന്നും അറിയില്ല. അച്ഛൻ പാവം. അച്ഛൻ തലേസം നല്ല വെള്ളടിച്ച് മത്തിലുണ്ടായിനി. അത് പിറ്റേന്ന് രാവിലെ കൊണ്ടുപോയത് പോലീസാക്കാൻ. സ്നേഹം കൊണ്ട് കൊണ്ടുപോയതാണേ. അച്ഛൻ്റെ തെറ്റല്ല. പക്ഷെ അച്ഛനോടൊക്കെ ഇത് ജോഡി വന്നു അന്ന്. എന്നെ ഇൻസൾട്ട് ചെയ്ത് അയാൾ. അപ്പോൾ പറഞ്ഞ നെഞ്ച് ഇത് തച്ചിട്ട് ശരിയാക്കാം എന്നോട് പറഞ്ഞത് അയാൾ. നീളെന്താക്കൽ ചോദിച്ചാൽ അടിയിൽ പല വെക്കണം പറഞ്ഞു. ബേജാറായി, നാണക്കടായി പോയി. അങ്ങനെ അറ്റൻഷൻ പീച്ച കൊണ്ട് കഴിഞ്ഞിട്ട് അച്ഛനെ നോക്കിയിട്ട് ഒരു വ്യക്തി വന്നിനി. പിന്നെ പോയിട്ടാ പോലീസിന് പണിക്ക്. എന്തുകൊണ്ട്? അല്ല, പോലീസിന് പറ്റിയ ഹൈറ്റില്ല. അപ്പോൾ നമ്മൾ വെറുതെ മെനക്കെട്ട് കാര്യമില്ലല്ലോ. ഗുഡ്. ആ വോട്ട് എന്തായാലും ആവണം. ഗുഡ്. നിൻ്റെ കപ്പൽ. നിൻ്റെ ആർമി. നീയാ നീയാ എന്ത് പഠിക്കുന്നേ? 10 ഇവിടെ അല്ലേ? ബാരല്ലേ? അതെ, തീരുമാനിച്ചിട്ട. ഓക്കെ, ഗുഡ്. നീയാ? ലാബ്. ആഹാ, എന്താ ലാബ്? ഞാൻ MLT കഴിഞ്ഞാണ്. എന്താ ലാബ് തന്നെയത്തെ? ഞാൻ ഇന്ന് ഒഴിവാക്കിയതാണ്. ഇഷ്ടം അത്. മെഡിക്കൽ ലാബ് അല്ലേ? ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് അല്ലേ? ഓക്കെ, നല്ല ചാൻസ് ഉണ്ട്. വിദേശത്ത് നല്ല ചാൻസ് ഉണ്ട്. ലക്ഷ്യം വെച്ചോന്നെ പോയിക്കോ. പഠിക്കണം നല്ലോണം. അപ്പം നീ ഇപ്പോൾ 10 അത്രയിൽ 8. അപ്പോൾ MLT ലാബിലടുത്ത് പോകണം കേട്ടോ. തളങ്കര സ്കൂളുണ്ട്. അല്ലാതെ പ്രൈവറ്റ് കമ്പനി പോയിട്ട് കാര്യമില്ല. മനസ്സിലായാ? നിങ്ങൾക്ക് ലാഭം തന്നെയാണ് ഇൻട്രസ്റ്റ് എങ്കിൽ +1 നേരെ ആടെ അപേക്ഷ കൊടുക്കണം. എന്താ കിട്ടും നിങ്ങൾക്ക്. അവിടെ പഠിക്കണം. BSc. എൻ്റെ BSc MLT പോകണം. അധികം പറയാത്തതാണ് പറയുന്നത്. കുഞ്ഞി അതുകൊണ്ട് ഞാൻ എത്ര പറഞ്ഞു. ഞാൻ പഠിച്ചതാണ് കേട്ടോ. ശരി, എന്തായാലും ആവും. പക്ഷെ ഇപ്പോഴേ ശ്രമിക്കണം. ലെക്ചർ. ആഹാ, ടീച്ചറാവണ്ട, ലെക്ചർ. എന്താ ഇഷ്ടമാണ്? സവാഷ്. ഗസറ്റഡ് ആവാൻ നല്ലതല്ലേ അല്ലേ? നീ ഉദ്ദേശിച്ച കോളേജിലല്ലേ? സൂപ്പർ. ഡോക്ടർ. എന്ത് ഡോക്ടർ? മൃഗ ഡോക്ടറാ? മൃഗ ഡോക്ടറായാൽ മതിയാ? അല്ല പിന്നെ
ഏതാ? ഡെന്റൽ, ഡെന്റിസ്റ്റ്, പല്ലിൻ്റെ ഡോക്ടറാ? പറ എന്താ? മോള് ഡോക്ടർ എന്ന് പറഞ്ഞില്ലേ? ഏത് ഡോക്ടർ? കുറേ ഡോക്ടർ ഉണ്ട്. ഹോമിയോ ഡോക്ടർ ഉണ്ട്, ആയുർവേദമുണ്ട്, മൃഗ ഡോക്ടർ ഉണ്ട്. അങ്ങനെ ചോദിച്ചേ. പല്ലിൻ്റെ. അങ്ങനെ പറയണം, അങ്ങനെ ലക്ഷ്യം വെച്ച് പോകണം. ഗോൾ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഗുഡ്. ഓക്കെ. ആർമി ചേരണ? യവാ, ഒന്ന് കൈയടിച്ചേ. ഒരു പെൺകുട്ടി ഞാൻ പറയാം ആർമി ചേരണം. ഹൈറ്റ് എത്രയില്ലേ? ഇപ്പോഴത്തെ ഹൈറ്റ് നോക്കണ്ട, ഹൈറ്റ് ഇനിയും വെക്കുമോ? 150 ഉണ്ട്. 157 ഉണ്ട്. പെൺകുട്ടികൾക്ക് അത്രയല്ലേ വേണ്ടു അല്ലേ? 154 അങ്ങനെ എന്തോ ഉണ്ട്. ഓക്കെ, ഗുഡ്. ഇടയാ ഇപ്പം ഒന്ന് തീരുമാനിച്ചിട്ടാ? ഓക്കെ. നീയാ? ടീച്ചർ. എന്ത് ടീച്ചർ? അങ്കമാടി ടീച്ചർ? പിന്നെ അങ്കമാടി നല്ലതാന്നേ കേട്ടാ. ഏത്? ഹൈസ്കൂൾ ടീച്ചർ. വാ, ഗ്രേറ്റ്. മോനെ ആർമിയില്ലേ? നീയാ? കപ്പല്? ഇവിടെ കുറേ കപ്പലാറുണ്ടല്ലോ. ഈ നാട്ടിൻ്റെ ഒരു ഇതായിരിക്കും അല്ലേ? അതെയാ? ഗുഡ്. എൻജിനീയർ. ആർമിയിൽ താല്പര്യമുണ്ട്? 18 റിക്രൂട്ട്മെന്റിന് പോയിക്കോ കേട്ടാ. മോളെ മണിയച്ചിര പുള്ളി തീരുമാനിച്ചിട്ടാ? മോനെ എന്താന്ന് വലുതാകുമ്പോ? പല്ലിൻ്റെ ഡോക്ടർ. രണ്ടാളായി ഇപ്പോൾ കൂടെ നിർത്താം കേട്ടാ. ഓന് ഉഷാറാണ്. ടീച്ചർ. മോളെ ടീച്ചർ ആലോചിച്ചിട്ടാ? ഒന്ന് ഉഷാറില്ല. എല്ലാവരും കൈ അടിച്ചേ. ഞാനില്ല, ഒരുപാട് ക്ലബ്ബിൽ ക്ലാസ് എടുക്കലുണ്ട്. പക്ഷെ ഇത്ര ലക്ഷ്യത്തോടെ സംസാരിക്കുന്ന പിള്ളേർ കുറവാണ്. എന്താ ഉഷാററിയോ? ഈ നാടിൻ്റെ പ്രത്യേകത ആയിരിക്കും അല്ലേ? നല്ല ദീർഘവീക്ഷണം ഉണ്ട് അല്ലേ? കുറച്ചാൾ കപ്പലാറാൻ തന്നെ ഉണ്ട് ഇവിടെ. കുറേ പൈസക്കാർ കിട്ടുമോ നമുക്ക്? ഇവിടെ കുറേ കപ്പലാറുണ്ട് അല്ലേ? അനീഷെല്ലാം കപ്പലല്ലേ? എൻ്റെ ഫ്രണ്ടാണ്. ഗുഡ്. ശരി, നമുക്കൊന്ന് ഉഷാറാവാ. ഒരു സോഡ കുടിക്കാം. ഒന്ന് എഴുന്നേറ്റുന്നേ. നോക്കട്ടെ. ഞാൻ കുറേ കളി തരും നിങ്ങൾക്ക്. കളിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഒരു സോഡ എടുത്തുവാ. ഒരു ഓപ്പണർ എടുക്ക്. പൊട്ടിക്ക്. ശബ്ദം എടുക്കണം. ശബ്ദം നന്നായിട്ട് എടുക്കണം. ഒന്നും കൂടി പഠിച്ചേ. കുടിക്ക്. പോരാ. ഒന്നുകൂടി സോഡ എടുക്കേ. ഇതിൽ നന്നായിട്ട് അഭിനയിക്കുന്ന ആരും നോക്കും. ഗോവലട്ടാ നോക്കണേ. ക്യാമറയിലുണ്ട്. സോഡ എടുത്താ? ഓപ്പണർ എടുത്താ? പൊട്ടിക്കേ. കുടിക്കേ. സോഡ കുടിച്ചാൽ എന്താവും? ഏമ്പൊക്കെ ഉണ്ടാവും അല്ലേ? ഒന്നും കൂടി. മൂന്നാമത്തിൽ ശരീരം ഒന്ന് ഇളകിയിട്ട് ആക്കണം. നല്ല നാടകം അഭിനയിക്കുന്ന പിള്ളേർ. അത് ലാസ്റ്റ് ഇതിലാണ് മത്സരം. ഇത് ഞാൻ നോക്കാം ആരാണ് നന്നായി ചെയ്യുന്നത്. സോഡ എടുക്കേ. ഓപ്പണർ എടുക്ക. പൊട്ടിക്കേ. കുടിക്കേ. മേലോട്ട് പൊങ്ങണം. മൂന്നാമത്തേൽ കുലുങ്ങണം. +2 2 കുട്ടികൾക്ക് ചെറിയൊരു ചമ്മലുണ്ട്. ഇരിക്കല. നന്നായി ചെയ്യണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. സോഡ എടുക്ക. ഓപ്പണർ എടുക്ക. പൊട്ടിക്കേ. കുടിക്കേ. വെരി ഗുഡ്. നല്ല മക്കളെ. ഇരിക്കേ. ഉഷാറല്ലേ? മിടുക്കന്മാരാ നമ്മളെ പിള്ളേർ. മോനെ മോളെ ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ഏതെങ്കിലും ഒരു മൃഗം. ലേർ. ശ്രദ്ധിക്കണേ. ലേർ. അടുത്ത ആള് ഒരു മൃഗത്തിന്റെ പേര് പറ. നായ. ഗുഡ്. ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ നായ. മൂന്നാമത് പറഞ്ഞേ ജിറാഫ്. ഒന്നാമത് എന്ത് പറഞ്ഞേ? രണ്ടാമത്
മൂന്നാമത് എന്നെ ഒന്ന് പറഞ്ഞ പുതിയത് ടൈഗർ. ഓക്കെ, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ മനസ്സിലായ? ഇനി ഇതേ ക്രമത്തിൽ പറഞ്ഞുകൊണ്ട് പോണം. റെഡി? റെഡി? ആദ്യം പറഞ്ഞത് ലയൺ, ഓർമ്മ വേണേ. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ മറന്നൂടാ. ഒന്നാമത്തെ ഒച്ചത്തിൽ പറ, പറഞ്ഞു കൊടുക്കേ. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. ഗുഡ്. ഒന്നാമത്തെ, രണ്ട്, മൂന്ന്. ഗുഡ്. നാല്. ഗുഡ്. നല്ല മോൻ. 5 പോയിന്റ് മോനി. നല്ല ശബ്ദത്തിൽ പറഞ്ഞു, അങ്ങനെ വേണം. റെഡി? ഗുഡ്. 5 പോയിന്റ്. ജിറാഫ്. ഗുഡ്. തെറ്റിട്ടല്ലോ. ലയൺ. പറഞ്ഞു കൊടുക്ക്. ജിറാഫ്. ടൈഗർ. ശരി. ഒന്നാമത്തെ ലയൺ. രണ്ടാമത്തെ ഗുഡ്. 1, 2. യെസ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഉണ്ടല്ലോ? യെസ്. ഞാൻ 15 സെക്കൻഡ് തരും. ലയൺ ഒന്നിച്ചിരിക്കണം, ജിറാഫ് ഒന്നിച്ചിരിക്കണം, ടൈഗർ ഒന്നിച്ചിരിക്കണം, ആൻഡ് ഡോഗ് ഒന്നിച്ചിരിക്കണം. റെഡി? 15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ടീമാകിരി ഇരിക്കണം. നിങ്ങളുടെ കഴിവാണ്. റെഡി? 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 1, 2, 3 സ്റ്റാർട്ട്. Last 5 seconds. 1, 2, 3, 4. Last. Yes, good. ഇതേത്? ഡോഗ്. സൂപ്പർ. നിങ്ങളോ? ടൈഗർ. വെരി ഗുഡ്. ഇതോ? ജിറാഫ്. സൂപ്പർ. ലയൺ. ഇനി നിങ്ങൾ കസേരയിൽ തന്നെ ഇരിക്കണം. 1 2 ഇരിക്കേണ്ട ആവശ്യം വരില്ല, കസേര ഉണ്ടല്ലോ. ഓക്കെ, 10 സെക്കൻഡ് കൊണ്ട് ഇതേ ടീം വേഗം നല്ല രസമായിട്ട് നല്ല വൃത്തിയിൽ 10 സെക്കൻഡ് തരാം. 1. കസേര ഉണ്ട്, നിങ്ങളെ കസേര ഉണ്ടല്ലോ അവിടെ. എടുക്ക. ഈ ടീം ഇവിടെ ഇരുന്നോ. ഈ ടീം ഇങ്ങോട്ട് പോ. അല്ലല്ല, അങ്ങോട്ട് പോ. ഈ ടീം ഇങ്ങോട്ട് ഇരുന്നാൽ വേണം, അത് മാറ്റിക്കോ. അപ്പൊ അത്ര പ്ലേസ് കിട്ടും. യെസ്. നല്ല മക്കള്. ഹലോ പറഞ്ഞ ഹായ്. ഹലോ ഹായ് പറഞ്ഞ ഹലോ. ഗുഡ്. നല്ല മക്കൾ. ഹലോ. ഗുഡ്. നമ്മൾ ആരാണ് പരസ്പരം? നമ്മൾ ആരാണ്? സുഹൃത്തുക്കൾ. നല്ല മോൻ. 5 പോയിന്റ്. ആദ്യ ഉത്തരം പറഞ്ഞതിന് നീ നേരെ ഇരിക്കും. നല്ല മോനായിട്ട് ഇരിക്കും. സുഹൃത്തുക്കൾ. നമ്മൾ ആരാണ് യഥാർത്ഥത്തില്? ആരാണ് മോളെ? ഫാമിലിയാണ്. ഗുഡ്. അമ്മക്കൊരു കൈയടി കൊടുക്ക്. നിന്റെ പേരെന്ത്? ആദിത്യയോട് ചൊടിയുണ്ടാ? ഇല്ലെങ്കിൽ അവള് പറഞ്ഞ ഉത്തരം കറക്റ്റല്ലേ? നമ്മൾ ആരാണ്? ഫാമിലി. അവള് പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് നല്ലൊരു കൈയടി കൊടുക്ക്. ഗുഡ്. ബാര അമ്പാവരം യുവധാര ക്ലബ്ബ്. യുവധാര ക്ലബിലെ കുട്ടികൾ ആരായിരിക്കണം പരസ്പരം? നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം, നല്ല ഫാമിലി ആയിരിക്കണം. യെസ് ഓർ നോ? നിങ്ങളാണ് നാളെ ക്ലബിനെ നിയന്ത്രിക്കേണ്ടത്. യെസ്. ഇപ്പൊ ഈ ഏട്ടന്മാരെല്ലാം കൂടി ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നാളെ ഈ ക്ലബിനെ താങ്ങും തളനുമായി മാറേണ്ടത്, ഈ ക്ലബിന്റെ പ്രകാശമായി മാറേണ്ടത് ആരാണ്? യെസ്, കറക്റ്റല്ലേ?
നിങ്ങൾക്ക് ഇപ്പോഴും ആ സ്വപ്നം ഉണ്ടാവണം, എന്റെ ക്ലബ്ബ്, എന്റെ നാടിന്റെ ക്ലബ്ബ്, അങ്ങനെയല്ലേ വേണ്ടത്? ആ സ്വന്തം ക്ലബ്ബല്ലേ ഇത്? ആരും ഉദ്ഘാടനം ചെയ്തേ? പറ. ആ കൊടിയേരി എന്ന് പറയുമ്പോ അങ്ങനെ പേര് ഡയറക്റ്റ് പറയല്ല, നിങ്ങൾ ഒന്ന് ചേർക്ക്, ശ്രീ എന്നങ്ങ് ചേർക്ക്. പറഞ്ഞോ. ആ സഖാവ് അല്ലെങ്കിൽ ശ്രീ അല്ലേ? എന്തെങ്കിലും ഒരു ബഹുമാനം കൊടുക്കണ്ടേ? ആ കൊടുക്കണം. കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് മാത്രം പറയാൻ പാടില്ല അല്ലേ? ഓക്കെ. വലിയൊരാളല്ലേ, പ്രശസ്തനായ ഒരാളല്ലേ, അഭിമാനല്ലേ? അങ്ങനെയുള്ള ഒരു വ്യക്തി ഉദ്ഘാടനം ചെയ്ത ഒരു ക്ലബിനെ നാളെ എനിക്ക് നയിക്കണം എന്ന് സ്വപ്നം കാണണ്ടേ? അല്ലേ വേണ്ടേ? അങ്ങനെ സ്വപ്നം കാണണം. ഈ ക്ലബ് എന്താ മോശം ക്ലബ്ബാ? ആ കുറെ സ്ഥലത്ത് മോശം ക്ലബ്ബ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാവിലെ 6 മണിക്ക് തുറക്കും, രാത്രി 9:30, 11 മണി, 12 മണി വരെ ഇരിക്കും. എന്തൊരു ആത്മാർത്ഥത അറിയോ? അവിടെ കലയോ ഇല്ല, സ്പോർട്സും ഇല്ല, ഒന്നുമില്ല. എന്തിനാ ഉണ്ടാന്നേ? രാവിലെ 6 മണിക്ക് വന്നിട്ട് രാത്രി 11-11:30 വരെ ചൊട്ടി കളി. എന്ത് കളി? ക്യാരംസ് കളിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കളിക്കണ്ടേ? ക്ലബ് ആകുമ്പോ അതെല്ലാം വേണ്ടേ? പക്ഷെ അത് മാത്രം മതിയാ, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ കുറെ ക്ലബ് ഉണ്ട്. അങ്ങനെയുള്ള ക്ലബ്ബാണോ ഈ ക്ലബ്ബ്? എത്ര വർഷം, 2 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന കബഡിയെ സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് യുവാക്കളുടെ ക്ലബ്ബ്. ഒരുപാട് പേരോട് ചോരയല്ലേ നീരാക്കിയത്. ആർക്ക് വേണ്ടിട്ട്? ആർക്ക് വേണ്ടിട്ട്? വരും തലമുറകൾക്ക് വേണ്ടിട്ട്. സ്വന്നോ ഈ നാടിന് വേണ്ടിയിട്ടുള്ള ക്ലബ്ബ്. ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നാടിന്റെ സാന്ത്വനമാണ്, സ്നേഹമാണ്, തണലാണ്. അങ്ങനെയുള്ള ക്ലബ്ബ്. അങ്ങനെ അല്ലാത്ത ക്ലബ്ബും ഉണ്ട്. അവിടെ ആരും പോവില്ല, അവിടെ അച്ഛനമ്മ അയക്കൂല. ഇവിടെ വെച്ചില്ല നിങ്ങൾ എല്ലാരും. ഇത്ര പേര് ഇവിടെ അച്ഛനമ്മ അയച്ചിട്ടല്ലേ വന്നത്? അച്ഛനമ്മേനെ ധിക്കരിച്ചിട്ട് വന്നത് അല്ലല്ലോ. അച്ഛനമ്മ ഇഷ്ടപ്പെട്ടിട്ട് വന്നല്ലേ? ക്ലബിനോടുള്ള ഇഷ്ടം കൊണ്ടാ. ക്ലബിനോട് ഇഷ്ടമില്ലെങ്കിൽ അയക്കൂല. നീ ആ ക്ലബിൽ പോണ്ടാറ്. ആ ക്ലബിൽ പോണ്ട, ക്ലബിൽ മോശമാവും. ക്ലബിൽ പോയാൽ മോശമാന്ന് പറഞ്ഞ കുറെ ആളില്ലേ ഉണ്ട്. ക്ലബിൽ പോയാൽ മോശമാന്ന് പറഞ്ഞത് കാരണം ക്ലബിൽ പോയാൽ എന്ത് പഠിപ്പിക്കൂല, ഒരു കാര്യമില്ല, പോയിട്ട് സമയം കളയും. അങ്ങനത്തെ ക്ലബ്ബാണ് ഇത്? അല്ല. ഒരു കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസ്സിൽ എടുക്കാൻ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ക്ലബിന്റെ ആൾക്കാരുടെ വിശാല മനസ്സാണ്. നാളെ ഈ നാട്ടിൽ കുറെ താരങ്ങൾ ഉണ്ടാവണം, എല്ലാ മേഖലയിലും വളരുന്ന കുറെ കുട്ടികൾ ഉണ്ടാവണം. വേണ്ടേ? ഇവിടെ അഡ്വക്കേറ്റ് വേണം, ടീച്ചർ വേണം, പട്ടാളം വേണം, നേഴ്സ് വേണം, കളക്ടർ വേണം, IPS വേണം, എല്ലാം വേണം. വേണ്ടേ? ആ നല്ല ഗ്രാമമാണ്, പേരെടുത്ത ഗ്രാമമാണ് അംബാപുരം. നല്ല പറഞ്ഞാൽ സാഹിത്യകാരന്മാരുടെ നാടാ, എഴുത്തുകാരുടെ നാടാണ്, ഒരുപാട് കായിക താരങ്ങളുടെ നാടാ, ഒരുപാട് വിദ്യാസമ്പന്നരായവരുടെ നാടാ, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നരസാന്നിധ്യങ്ങളുടെ നാടാ. ആ നാടിനെ നാടാക്കി മാറ്റേണ്ടത്, നാളെ പിടിച്ചു കൊണ്ടുപോകേണ്ടത്, അതിനെ നിയന്ത്രിക്കേണ്ടത് ആരാ? ആ മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ഉണ്ടാവണം? പരസ്പരം നമ്മളൊരു ഫാമിലി ആയിരിക്കണം അല്ലേ? ഞാൻ ചോദിക്കണം, നമ്മുടെ വീട്ടിൽ ഫാമിലി അല്ലേ എല്ലാരും? നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മ വിടുവോ? നമ്മ ഒറ്റക്കെട്ടല്ലേ? നമ്മളെ അച്ഛൻ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഇൻസൾട്ട് ചെയ്താൽ നമ്മ വിടുവാ? അമ്മേനെ തളർത്താൻ നോക്കി ആരും വിടുവാ? അമ്മയുടെ കണ്ണീര് കണ്ടാൽ നമ്മ അമ്മേടെ കണ്ണീര് ഒപ്പൂലേ? അതല്ലേ ഫാമിലി? എന്റെ സ്വന്തം ഏട്ടൻ എന്ത് ആപത്തോന്നും നിങ്ങൾ വെറുതെ നിൽക്കുക? ഈ ചേച്ചിക്ക്, അനിയത്തിക്ക് അല്ലേ, അവരെ കൂടെ നിൽക്കൂലേ? അതല്ലേ ഫാമിലി സ്നേഹം? ഈ ക്ലബിൽ അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഐക്യായിരിക്കണം. ആരാ നമ്മൾ? എന്ത് ഫാമിലി? അല്ലല്ല, എന്ത് ഫാമിലി? അല്ലല്ല, എന്ത് ഫാമിലി? യുവധാര എന്ന ഫാമിലി. യെസ്, പറഞ്ഞോ, വച്ചിട്ട് പറഞ്ഞ പിള്ളേരല്ലേ ഈ നാടിനെ നയിക്കുന്ന ആളാ. ഈ കൂട്ടത്തിൽ നോയിക്കുന്ന അറിയപ്പെടുന്ന വലിയ രാഷ്ട്രീയക്കാരെല്ലാം ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ടേ? ഈ നാട്ടുകാരിയല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്? അല്ലേ ലക്ഷ്മി ചേച്ചി ഈ നാട്ടിലല്ലേ, കുറച്ചപ്പുറത്തല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല ഫാമിലി ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഒരു 4 കുഞ്ഞു ഫാമിലി കേട്ടാ, 4 കുഞ്ഞു ഫാമിലി ആക്കി. ഇനിയിപ്പോ 4 ആൾ ഒരു വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ട് പോയി വിചാരിച്ചാൽ മതി. അപ്പൊ കുഞ്ഞു ഫാമിലി ആണെങ്കിൽ നല്ല ഐക്യത്തിൽ ഇന്ന് ആയിട്ടാ ഒന്ന് നേരാക്കിയേ, സെറ്റാക്കിയേ, ടീമിനെല്ലാം ഒന്ന് ഭംഗിയാക്കിയേ, വൃത്തിയാക്കിയേ. നമ്മ ഒന്ന് കയ്യടി കൊടുത്തേ ഭാരവാഹികള്. നിങ്ങൾ ഡയറിയിൽ കുറിച്ചിട്ടോ. നിങ്ങൾ ഒരു 5-10 കൊല്ലയുമ്പോ എന്നോട് പറയും, ഞാൻ ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഞാൻ 10 കൊല്ലം മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു ചെക്കൻ ഇന്ന് കാലിഫോർണിയയിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റാണ്, ഇർഷാദ്. ചെമ്മനാട്ടുകാരനാണ്. അവൻ NSS ആണ് വളർത്തിയെടുത്തത്, സ്കൗട്ടാണ് വളർത്തിയെടുത്തത്, രാഷ്ട്രപതി സ്കൗട്ടാണ്. അവനെ ചേഞ്ച് ആക്കിയത് ക്ലാസ്സാണ്, മോട്ടിവേഷൻ ക്ലാസ്സാണ് ചേഞ്ച് ആക്കിയത്. ഈ കൃപ എന്ന് പറഞ്ഞ കുട്ടി, അങ്ങനെ എത്രയോ പിള്ളേർ
എത്രയോ അനുഭവമുണ്ട്. ഡോക്ടർ അഞ്ജു, നമ്മൾ അംബിക സുധാമാടിന്റെ സിസ്റ്റർ മോള് മിനി ആ പേപ്പറിലെല്ലാം വന്നു. അവള് സ്കൗട്ട് ഗൈഡ് 3 കൊല്ലം ഉണ്ടായി. ശരി ശരി, 4 ടീമായി. 4 ടീമിന് ലീഡർ വേണോ? ലീഡർ വേണ്ടേ? കുറച്ച് സമയത്തേക്ക് ലീഡർ വേണം. നിങ്ങൾ അങ്ങനെ സ്വന്തം പറഞ്ഞൂടാ, അതെ തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിച്ചിട്ട് എടുക്കണം ഒരാളാ. നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിക്കണം. ആ കൈ പൊക്കിയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം. വേഗം ആയാ? ലീഡർ ആയാ? തീരുമാനിച്ച? പരസ്പരം ചർച്ച ചെയ്തോ? പരസ്പര ഐക്യത്തോടെ ചർച്ച ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് തെരഞ്ഞെടുത്തത്? ലീഡേഴ്സ് സ്റ്റാൻഡ് അപ്പ്. ഗുഡ്, വെരി ഗുഡ്. ആഹാ, ഗുഡ്. എല്ലാവർക്കും നീ ആണെന്നാണ് ആഗ്രഹം. വാട്ട് ഈസ് മീനിങ് ബൈ ലീഡർ? +2 കുട്ടികൾ പറഞ്ഞേ. നീ പറഞ്ഞ മോളെ. ഒരു ഗ്രൂപ്പിനെ, ആദ്യത്തെ ഉത്തരം കറക്റ്റ്. ഒരു ഗ്രൂപ്പിനെ നയിക്കുന്നവൾ. കയ്യടിക്കടാ, നല്ല ഉത്തരം. മോളെ പേരെന്ത്? നിത്യശ്രീക്ക് 5 പോയിന്റ്. നല്ല ഉത്തരത്തിന്. മോനെ നിനക്ക് 5 പോയിന്റ് കേട്ടാ. നീ എന്തുകൊണ്ട് അറിയോ? ഞാൻ ലീഡർ പറഞ്ഞിട്ട് എണിച്ചിട്ടേ ഫസ്റ്റ്. ആര് തെരഞ്ഞെടുത്തോ ഇല്ലേ നമുക്കറിയാം. എനക്ക് ലീഡർ ആവണം. നല്ല മനസ്സല്ലേ? നല്ലതാണ് അത് അല്ലേ? പക്ഷെ ലീഡർ എന്ന് പറയുമ്പോ എല്ലാരും കൂടി തെരഞ്ഞെടുക്കണം. അത് മാത്രമേ ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ നിന്റെ മനസ്സ് സൂപ്പർ. നിനക്ക് 5 പോയിന്റ്. ഓന് 5 പോയിന്റ്. നിന്റെ പേരെന്ത്? ധ്യാൻ കൃഷ്ണനോട് എല്ലാം ചൊടിയുണ്ടെന്ന് തോന്നുന്നു. എന്തോ ധ്യാൻ കൃഷ്ണക്ക് 5 പോയിന്റ് വരുമ്പോ ഏറ്റവും നന്നായിട്ട് കൈയടിച്ചാരും അറിയോ? ഏറ്റവും നന്നായിട്ട് നല്ല മനസ്സോടെ കൈയടിച്ചത് ആ മോനാണ്. നിനക്ക് 10 പോയിന്റ് പിടിച്ചോ. അവാർഡിന് ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. 10 പോയിന്റ്. നിനക്ക് 10 പോയിന്റ്. ആ ടീം പോലും കൈയടിക്കുന്നില്ല. പേര് അഭിനന്ദ്. നിന്റെ പേരെന്ത്? ധ്യാൻ കൃഷ്ണ. ഗുഡ്. ഓക്കെ. എന്താണ് ലീഡർ? അത് പറഞ്ഞു. പിന്നെ ഒരു ലീഡർ എന്ന വാക്കിന് കുറെ അർത്ഥങ്ങളില്ലേ? എന്താ? ശക്തരായിരിക്കും. എങ്ങനെ ശക്തൻ? തടി കൊണ്ടാ? അല്ല. പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. ശക്തനായിരിക്കണം ലീഡർ. അല്ലെ, കള്ളന്മാർക്ക് പറ്റുമോ ലീഡർഷിപ്പ്? ഒരിക്കലും പറ്റിയില്ല. ഒരു ക്ലബിനെ നയിക്കുമ്പോ അവൻ ശക്തനായിരിക്കണ്ടേ? വെല്ലുവിളികളെ നേരിടണ്ടേ? അവൻ പറഞ്ഞ ഉത്തരം കറക്റ്റല്ലേ? പല പ്രശ്നങ്ങളുണ്ടാവും ഒരു ക്ലബിൽ നിയന്ത്രിക്കുമ്പോ. നമ്മുടെ കേരളത്തിന്റെ ലീഡർ ആര്? അതെ, ശ്രീ പിണറായി വിജയൻ. കറക്റ്റ് അല്ലേ? രാഷ്ട്രീയം എന്തായിക്കോട്ടെ, നോ പ്രോബ്ലം. നമ്മ അങ്ങനെ ചിന്തിക്കണ്ട അല്ലേ? പക്ഷെ ശക്തനല്ലേ? പല സമയത്ത് ശക്തനല്ലേ? പ്രളയ സമയത്ത് ശക്തനല്ലേ? അല്ലേ? കോവിഡ് കാലത്ത് ശക്തനല്ലേ? പ്രശ്നങ്ങളുണ്ടാവും, വിവാദങ്ങളെല്ലാം അതെല്ലാം ഉണ്ടാവും. അതെല്ലാം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവും. പക്ഷേ ഒരു ലീഡർ എന്ന നിലയിൽ ആലോചിച്ചിട്ടല്ലേ മറുപടി പറയും? ആലോചിച്ചിട്ടേ മറുപടിയും. അണ്ടനും കോരനും ചോദിക്കുമ്പോ ഒന്നും മറുപടി ഒന്നും പറയില്ല. ലീഡറുടെ ഒരു കഴിവാണ്. കറക്റ്റ്. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കരുത്തല്ലേ? ലക്ഷ്മിച്ചി അല്ലേ? ലക്ഷ്മിച്ചി ഭയങ്കരാണ്. ആലോചിച്ചിട്ടേ സംസാരിക്കും. നല്ല നീ ക്ഷമയുണ്ട്. ഭയങ്കര ക്ഷമയുള്ള ആളാണ്. പണ്ടേ അറിയാൻ എന്റെ ഏട്ടൻ്റെ ഫ്രണ്ടാ. യെസ്, നമ്മളെ MLA കരുത്തന്നല്ലേ? അല്ലേ? ചിച്ചിട്ടേ മിണ്ടും. ആരെ വേണം കയ്യിലാക്കും. ഭയങ്കര സാമർത്ഥ്യമില്ല, കഴിവില്ല ഒരാളാ അല്ലേ? അത് MLA ആകുമ്പോ സാമർത്ഥ്യം വേണം. ജനകീയനായിരിക്കണം. ജനകീയ MLA അല്ലേ? ജനകീയ MLA ആണ്. എല്ലാ MLA നല്ല MLA, ആരും മോശമൊന്നുമല്ല. പക്ഷെ നമുക്ക് നമ്മളെ MLA എന്നല്ലേ പറയാൻ പറ്റൂ. ഞാൻ കുറച്ചും കൂടി അധികം പറയും. എന്റെ സ്വന്തം ഇളപ്പനാ, എൻ്റെ അച്ഛൻ്റെ അനിയനാ. അതുകൊണ്ട് കുറച്ചറിയാം അദ്ദേഹത്തെ കുറിച്ചിട്ട്. ഭയങ്കര സ്നേഹമാണ്, എല്ലാവരോടും ഇഷ്ടം. ഒരാളെ കണ്ടാൽ പരിചയപ്പെട്ട പോലെ ഉണ്ടാവും. പിറ്റത്തെ കാണുമ്പോൾ പേര് വിളിച്ച് പറയും. കറക്റ്റ് അല്ലേ? അപ്പൊ ലീഡർ അങ്ങനെയല്ലേ വേണ്ടത്?
അതുകൊണ്ട് ഈ ക്ലബിന്റെ ലീഡർ ആരാ? ഇന്ന് വന്നിട്ടാവുന്നു അല്ലേ? പ്രസിഡന്റ് ഉണ്ടല്ലേ? പ്രസിഡന്റ് ഇത് ഉണ്ടല്ലോ. നേരത്തെ ഉണ്ടവൻ. യെസ്, പ്രസിഡന്റ് വന്ന് നേരത്തെ കസേരയിൽ വെക്കുന്ന എല്ലാം അറേഞ്ച് ചെയ്യുന്നു അല്ലേ? അതല്ലേ ലീഡർ? പ്രസിഡന്റ് പറഞ്ഞ ആരും ഒരു ക്ലബിന്റെ അധ്യക്ഷനാണ്. അയാളെ കയ്യിലാണുള്ളത്. റിമോട്ട് അയാളെ കയ്യിലാ. ആ വർഷം അയാളെ കയ്യിലായിരിക്കും. കറക്റ്റ്? എല്ലാ പാർട്ടിയിലും ലീഡർ ഇല്ലേ? ലീഡർ കൊളായാല് ആകെ നാറിപ്പോകും അല്ലേ? എല്ലാം തകർന്നു പോകും. യെസ്, എല്ലാത്തിനും ഇന്ത്യ പ്രധാനമന്ത്രി ലീഡർ, ഭാരതത്തിന്റെ ലീഡർ അല്ലേ? രാഷ്ട്രപതി, പ്രഥമ പുത്രൻ. നല്ല കരുത്തുള്ള ആളാവണ്ടേ? ഇങ്ങനെ പിടിച്ച് രാഷ്ട്രപതി ആക്കുവോ? നോ. വാ, നമ്മുടെ മറഡോണാന്ന് തോന്നല്ലോ അല്ലേ? 10ാം നമ്പർ ഓനയില് ചേർക്കുന്നേ. ഇവിടെ കസാര ഉണ്ട്. മതി. യെസ്, ഓക്കെ, ഗുഡ്. 4 ലീഡേഴ്സ്. അഭിനന്ദനം. കൈയടിച്ചുകൊണ്ട്. മോന്റെ പേരെന്ത്? ആദർശ്. നല്ല ശബ്ദം. കുറച്ചും കൂടി ഭംഗിയായിട്ട് പറയണേ, ആലോചിച്ച് പറയണേ. പേര് ഒഫീഷ്യൽ പേരൊന്നും വേണ്ട. സ്കൂൾ ഒഫീഷ്യൽ പേരൊന്നും വേണ്ട. നിന്റെ നല്ല പേര് ആയിട്ടില്ല. നല്ല പേര് പറഞ്ഞു. നിന്നോട് തന്നെടാ. ധ്യാൻ കൃഷ്ണ. നിന്റെ പേരെന്ത്? നിന്റെ പേരെന്താ? അഭിജിത്ത്. എന്റെ മോനിടാൻ വിചാരിച്ച പേരാ. അവന് +2 ഉണ്ട്, +1 അറിയോനാ? അറിയില്ലേ? നീ ആടല്ലേ? ഉദ്മലല്ലേ? അറിയോ മോനാ? +1 NSSലുണ്ട്. കുറച്ച് നീളായിട്ട്. അവനെ പട്ടാളത്തിൽ അയക്കണം എന്റെ ആഗ്രഹം. എന്റെ ഓള് പറഞ്ഞ് പിടിയില്ലാന്ന്. പെണ്ണുങ്ങളുടെ സ്വഭാവല്ലേ അല്ലേ? ചത്തോയാലോ ഒന്ന്. അപ്പൊ ഒരു പോയിന്റ് പറഞ്ഞു, സ്കൂൾ പോകുമ്പോ ചത്തോയാല. കറക്റ്റല്ലേ അല്ലേ? പെണ്ണുള്ളവർ മനസ്സിലാക്കണം. ഇന്ത്യൻ പട്ടാളക്കാർ പറഞ്ഞ ഭയങ്കര അഭിമാനം. രാജ്യത്തിന് വേണ്ടിയും പടപൊരുത്തിന് മരിച്ചാലെന്തേ അല്ലേ? രാഷ്ട്രീയത്തിന് വേണ്ടി, നല്ല നിലപാടിന് വേണ്ടി മരിച്ചാലെന്തേ? കറക്റ്റല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. രാഷ്ട്രീയത്തിന് വേണ്ടി, താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി. അവസാനം അവന്റെ ആഗ്രഹം മാറിയിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ആവാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. ഹലോ. അപ്പൊ ഞാൻ എൻ്റെ ഓളോട് പറഞ്ഞു, ഞാൻ മറ്റോനയക്കു പറഞ്ഞു പട്ടാളത്തില്. ഭാരയിൽ പഠിക്കുന്നേ. ഭാരയിൽ ഒരുത്തം പഠിക്കുന്നുണ്ട് 6ാം ക്ലാസ്സിൽ. അവനയക്കുന്നു പറഞ്ഞു. എനിക്കാവാൻ പറ്റിയിട്ടാ പട്ടാളത്തിൽ. സങ്കടമുണ്ട്. പക്ഷേ പട്ടാളത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ? നോ, ഇന്ത്യൻ പൗരനാണ്. കറക്റ്റ്. നിങ്ങൾ ഈ നാടിന്റെ പട്ടാളക്കാരാണ്. യെസ് ഓർ നോ? നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ പട്ടാളക്കാരാണ്. യെസ് ഓർ നോ? നിങ്ങളുടെ വീട്ടിലെ പട്ടാളക്കാരനാണ്, പട്ടാളക്കാരിയാണ്. യെസ് ഓർ നോ? അർത്ഥം മനസ്സിലായ? നമ്മൾ എല്ലാവരും പട്ടാളക്കാരാണ്. അവർ അവിടെ ഇന്ത്യൻ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നു നമുക്ക് വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി, നമ്മുടെ വീടിനും നാടിനും സ്കൂളിനും വേണ്ടി, ക്ലബിന് വേണ്ടി നമ്മൾ പട്ടാളക്കാരെ പോലെ പോരാടണം. പോരാടണ്ടേ? അതാണ് കഴിവ്. അതാണ് കഴിവ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് സമയം കളയേണ്ടവരാ നമ്മോ? തേരാപേര നടന്നിട്ട് സമയം കളയേണ്ടടാ. അങ്ങനെയുണ്ട് കുറെ പേര്. പണി എന്ത് ചോദിച്ചാൽ അങ്ക് പണിയൊന്നുമില്ല അറിയും. അപ്പൊ എന്ത് പണി? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്. അതാണോ പണി? അല്ല. പട്ടാളക്കാരെ പോലെ ആയിരിക്കണം നമ്മൾ. ഈ നാടിന്റെ വെളിച്ചാവണം. യെസ്, ആർ യു റെഡി? അമ്മോന്റെ പേര് പറഞ്ഞേ. അഭിജിത്ത്. നിന്റെ പേര്? മോളെ പേര്? ഒന്നുകൂടി. ആദർശ്. നിന്റെ പേര്? നിന്റെ ശരിക്കും പേര് ധ്യാൻ കൃഷ്ണയാണോ? ഓക്കെ. ഞാൻ ആഗ്രഹിച്ച അങ്ങനെയല്ല. മോനെ നീ എന്ത് ആവുന്ന പറഞ്ഞേ? പോയി സബ് ഇൻസ്പെക്ടർ. ചിലപ്പോൾ IPS തന്നെ ആയി വിചാരിച്ചോ. IPS ആയി കഴിഞ്ഞാൽ ഈ ക്ലബ്ബാർ നിന്നെ സ്വീകരിക്കൂലേ? അല്ലേ? പ്രസിഡന്റ് സ്വഭാവമായിട്ട് നമ്മൾ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് നല്ല സ്വീകരണം കൊടുക്കൂലേ? കീഴിലൊരു കളക്ടറായി നമ്മൾ സ്വീകരണം കൊടുക്കൂലേ? എന്താ ഇന്ത്യൻ പട്ടാളക്കാരനായ സ്വീകരണം കൊടുക്കൂലേ? ഫസ്റ്റ് കൊടുക്കൂലേ? ഒരു സ്ഥലത്ത് പിന്നെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചീഫ് ഗസ്റ്റ് ഉണ്ട്. ഒരു പട്ടാളക്കാരനും ഉണ്ട്. പട്ടാളക്കാരൻ എൻ്റെ സ്റ്റുഡന്റ്. എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ എൻ്റെ സ്കൗട്ടിലുണ്ടായ ചെക്കൻ. ഹലോ, ഞാൻ കേരളത്തിന്റെ കമ്മീഷണർ. ആര് റാങ്ക് ആയിരിക്കും കൂടുതൽ?
റാങ്ക് തന്നെ. പക്ഷെ നമ്മ എന്ത് ചെയ്യണം? ആദ്യം ആരെ വിളിക്കണം? അത് എൻ്റെ മനസ്സാണ്. ഒരു പട്ടാളക്കാരൻ ആദ്യം വിളിക്കണം, അയാൾ ആദ്യം ആദരിക്കണം, അയാൾ ആദ്യം സംസാരിക്കാൻ വിളിക്കണം, വേണ്ടേ? അപ്പോഴല്ലേ സ്നേഹം. ആ പയ്യന് ആദ്യം ചാൻസ് കൊടുക്കും. അപ്പൊ നിങ്ങൾ ഭാവിയിൽ വലിയ വലിയ മേഖലയിൽ ഈ ക്ലബും നാടും സ്കൂളും നിങ്ങൾക്ക് ഉഗ്രം സ്വീകരണം തരും, തരൂലേ? മിനിയാന്ന് റാനൊക്കെ കൊടുത്തില്ലേ നമ്മോ? കേരളത്തിന്റെ അഭിമാനായില്ലേ? നിങ്ങളുടെ അഭിമാനല്ലേ? ഈ നാട്ടുകാരിയല്ലേ? എന്തോ സ്വീകരണം അല്ലേ? എന്തൊരു അനൗൺസ് ആ ചെയ്തതാ ചങ്ങായിയല്ലേ? വല്ലാത്ത അനൗൺസ് ആയി പോയി. ആര് ചെയ്തേ? ഞാൻ. അങ്ങനെ പൊക്കി വെച്ചിനി നാടിനെ, നാട്ടുകാരെ പൊക്കി വെച്ചിട്ടേ. അപ്പൊ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടേ, അങ്ങനെ നമ്മളെ സ്വീകരിക്കുന്നതല്ലായിട്ട്. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ സദസ്സിൽ, മോനെ നിന്റെ അച്ഛനും അമ്മയും ഉണ്ടാവില്ലേ? നീ പ്രസംഗിക്കുമ്പോ നീ എന്ത് പറയും? നീ ആരുടെ മോൻ? ആരുടെ മോൻ? ദിവാകരൻ എന്നാളുടെ അമ്മയുടെ പേര് ദിവാകരൻ, ശാലിനിയുടെ മകൻ. പറയില്ലേ? നിന്റെ പേരെന്ത്? അഭിജിത്ത്. നിന്റെ പേര് അഭിജിത്ത്? അഭിജിത്ത് IPS അഭിജിത്ത്. IPS അഭിജിത്ത്? നോ. എന്തിന്റെ പേര്? ആദർശ്. എന്താവുന്നു ഭാവിയില്? എഞ്ചിനീയർ. മേലെ എഞ്ചിനീയർ ആയി വിചാരിച്ചോ അല്ലേ? എഞ്ചിനീയർ ആദർശ്. എഞ്ചിനീയർ ആദർശ്. നോ നോ. യെസ്. മോളെ നിന്റെ പേരെന്ത്? അശ്വതി അശോകൻ. നീ ഒരു IS കാര്യമായി എന്ന് ചോദിച്ചോ. ഡോക്ടർ അശ്വതി അശോകൻ എന്ന് പറയുന്നത് അസുഖം, ഡോക്ടർ അശ്വതി എന്ന് മാത്രം പറയുന്നത് അസുഖം. പറ. ഒരു കൈയടി കൊടുക്കുക എല്ലാരും. കരുത്തല്ലേ? അല്ലേ മോനെ അഭിജിത്തെ? അഭിജിത്ത് ദിവാകർ എന്ന് പറയുമ്പോ ദിവാകരേട്ടൻ സദസ്സിൽ നിന്ന് കണ്ണീരൊഴുക്കുക സന്തോഷത്തിന്റെ. ധ്യം കൃഷ്ണ. അച്ഛന്റെ പേരെന്ത്? ബിജു. ധ്യം കൃഷ്ണ ബിജു എന്നെല്ലാം പറയുമ്പോ അച്ഛനൊരു അഭിമാനം ഉണ്ടാവില്ലേ? അമ്മക്ക് എന്താ അസൂയ വരുവാ? നിങ്ങളെ പേര് പറഞ്ഞു, ഞാൻ നിങ്ങളെ രാജ്യത്തുനിന്ന് പറഞ്ഞിട്ട് പോവുക. ഒരമ്മയും പറയില്ല, ഒരമ്മയും പറയില്ല. അമ്മയ്ക്ക് ഇഷ്ടം അച്ഛന്റെ പേര് പറയുന്നതാണ്. യെസ് ഓർ നോ? അച്ഛന്റെ പേര് പറയുന്നത് അമ്മക്ക് ഇഷ്ടമാണ്. ബാക്കി എല്ലാത്തിനും അമ്മക്ക് സ്ഥാനം കൊടുക്കുന്നില്ലേ? അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ്. ചില സ്ഥലത്ത് അച്ഛന് സ്ഥാനം കൊടുക്കേ. യെസ്. മോന്റെ പേര് ഒച്ചത്തി പറഞ്ഞേ. ആദർശ്. വേണു. വാ. നിന്റെ പേര്? യെസ്. നിന്റെ പേര്? നിന്റെ പേര്? ഒരു കയ്യടി കൊടുക്കടാ, നല്ല കയ്യടി. കുറച്ച് സമയം നിങ്ങൾ ലീഡർ കേട്ടാ, ടീമിന്റെ ലീഡർ. ഇഷ്ടാണോ? അപ്പൊ ടീം ലീഡർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? കരുത്തൻ, നയിക്കുന്ന. മൂന്നാമത്തെ ഉത്തരം പറഞ്ഞേ. ഈ ടീമിൽ നിന്ന് ഒരാൾ പറഞ്ഞേ. ശക്തൻ പറഞ്ഞു. നല്ല, അതന്നെ നല്ല മനുഷ്യൻ. ശരിക്കല്ലേ? നല്ല ലീഡർ നല്ല മനുഷ്യനല്ലേ? അല്ലേ? രാത്രി കാക്കാൻ പോവുക ഇല്ല? കുത്തുകട കളിക്കാൻ പോവാ? ആരെങ്കിലും വരുമ്പോ വടിയെടുത്ത് അടിക്കുക? ലീഡർ പോലും വരുന്ന നായിനല്ലേ കല്ലെറിയുന്നത്? അതാണോ ലീഡർ? അല്ല. നല്ല നല്ല പോയിന്റ് അല്ലേ? മോൻ 5 മാർക്ക് കേട്ടാ. നല്ല ഇഷ്ടമായി എനിക്ക്. സൂപ്പർ. എന്നിട്ടും കൈയടിക്കുന്നില്ല. വേറെന്താണ് ഉത്തരം? ലീഡർ. 4 പേര് ഇരിക്കുക. സീറ്റാണ്. 4 പേര് ഇരിക്കുക. ലീഡർ എന്ന് പറഞ്ഞാൽ എന്ത്? ലീഡർ ഒരു ടീമിനെ നയിക്കുന്ന ആള്. ഗുഡ്. ശക്തൻ പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. എന്താണ്? ധൈര്യശാലി. വാ, ഗുഡ് 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 ഗുഡ്. ധൈര്യശാലി. ഉണ്ടാ കൊടുക്കാം, കൊടുക്കാം. എന്റെ ഇടയിൽ കൊടുക്കാം. ഇപ്പൊ കൊടുക്കാം. ഒരാൾക്കും അസൂയയില്ലാത്തവൻ. വാ, നല്ല ഉത്തരല്ലോ. ഏടി പറയാത്ത ഉത്തരല്ല. ആർക്കയാളോട് അസൂയയില്ല അല്ലെ? ഒരാളോട് അയാൾക്ക് അസൂയയില്ല. ആഹാ. ലീഡർ. ലീഡർ എന്ന് പറഞ്ഞാൽ പിന്നിലുള്ളവനെ കൈപിടിച്ച് മുന്നിലെത്തിക്കുന്നവൻ. പിന്നിലുള്ളവനെ കൈപിടിച്ച് മുന്നിലെത്തിക്കുന്നവൻ. ഇപ്പൊ ഉള്ള നമ്മുടെ പ്രസിഡന്റ് ഇന്നലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളെ പോലെ ആയിരിക്കും അല്ലെ? ചെറിയൊരു പയ്യനായിരിക്കും. അവൻ വളർന്നു. അവന്റെ മുമ്പത്തെ പ്രസിഡന്റ് എല്ലാരും കൂടി പിടിച്ച് മുമ്പിലേക്ക് എത്തിച്ചു. യെസ്, കറക്റ്റ്. കറക്റ്റ് അല്ലേ? ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കി അവൻ ഇങ്ങനെ വളരുന്നു പോകും. കറക്റ്റ്. പിന്നിലുള്ളവനെ പിടിച്ച് മുന്നിലെത്തിക്കാൻ മനസ്സുള്ളവൻ ആരാണ്? എപ്പോൾ ഒരേ കസാലിൽ ഇരിക്കുന്നവൻ ലീഡറാ? നോ.
രണ്ടാമത്തെ ഉത്തരം റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. ഉത്തരവാദിത്തം വഹിക്കുന്നവൻ. ഒരു ലീഡറിന് ഉത്തരവാദിത്വം ഇല്ലേ? ഒരു വീട്ടിലെ ഗൃഹനാഥന് ഉത്തരവാദിത്വം ഇല്ലേ? വീട്ടിലെ അച്ഛനമ്മയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഇല്ലേ? വീട്ടിലെ ലീഡർ ആരാ? അച്ഛൻ, അച്ഛനമ്മ. യെസ് അല്ലേ? പണ്ട് ബോളനായ അച്ഛൻ കാര്യമുണ്ടാ? ഒന്നും ചെയ്യുന്നില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലുറങ്ങുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ, വേർന്നെങ്കിൽ പൈസ വാങ്ങിട്ട് മൂക്കറ്റ വരെ കുടിക്കുന്നേ. കാര്യമുണ്ടാ? അത് റെസ്പോൺസിബിലിറ്റിയാ? ഉത്തരവാദിത്വ അല്ല? പിന്നിലുള്ളവനെ മുന്നിലേക്ക് എത്തിക്കുന്നവനാ? ഇത് കണ്ടിട്ടല്ലേ മറ്റുള്ളവർ വളരുന്നത്? യെസ്. അപ്പൊ ലീഡർ എന്ന് പറയുമ്പോൾ ഉള്ള രീതിയിൽ, കഴിയുന്ന രീതിയിൽ കരുത്ത് കാണിക്കുന്നവൻ, ഉത്തരവാദിത്വം നിറവേറ്റുന്നവൻ, മക്കളെ പഠിപ്പിക്കുന്നവൻ, കറക്റ്റ്, ഭാര്യയെ നോക്കുന്നവൻ, നാടിനെ സ്നേഹിക്കുന്നവൻ. ക്ലാസ് ലീഡറോ? യെസ്, ക്ലാസ് ലീഡർ ക്ലാസ്സിനെ നയിക്കുന്നവൻ, ടീച്ചേഴ്സിനെ സഹായിക്കുന്ന ആള്, കൂട്ടുകാരെ സഹായിക്കുന്ന ആള്. അല്ലേ? അല്ലേ? യെസ്. റെസ്പോൺസിബിലിറ്റി ഉള്ളവൻ പിന്നിൽ നിന്നുള്ളവനെ കൈ പിടിച്ച് മുന്നിലേക്ക് എത്തിക്കുന്ന, അതായത് ക്ഷീണിതനായ കഴിവില്ലാത്തവനെ പിടിച്ച് ഉഷാറാക്കി എടുത്ത് മുന്നിലേക്ക് എത്തിക്കുന്നവൻ ആരാണ്? യഥാർത്ഥ അതിന്റെ അർത്ഥം ഈ രണ്ട് വാക്കാണ്. യെസ്, യെസ്. ഓക്കെ, ഓക്കെ. അപ്പൊ ലീഡർ, 4 ലീഡർ ആ ടീമിനെ നയിക്കും. ഉഷാർക്കാൻ കുറച്ച് സമയം കളിക്കാം. നമുക്ക് കളിക്കാം. ഒരു പന്ത് കളിക്കാം. പന്ത് കളിക്കാം. ഒന്നുമില്ല, ആദ്യം ഒരു പന്ത് കളി. ആ കളിയിൽ അല്പം കാര്യമായിരിക്കും. ആ കളിക്കാൻ നിങ്ങൾ 4 ടീമിൽ നിന്ന് ഒരാൾ ഇപ്പൊ തെരഞ്ഞെടുക്കണം. നിങ്ങൾ ചർച്ച ചെയ്യണം. ഒരു പന്ത് കളി ഒരാൾക്കേ വരാൻ പറ്റും. നല്ല ഉഷാറുമാണ്. സർവത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ആ കളി. തെരഞ്ഞെടുക്ക്. ഇവിടായി. വെരി ഗുഡ്. മൂന്നാമതായി, 4-മതായി. കൈയടിച്ചോ? യെസ്. നിങ്ങൾക്ക് 5 പോയിന്റ്. ഓക്കെ. എന്താ സ്പിരിറ്റ്? എത്ര മാർക്കായി? 10 ആയി. 10-ൽ കൂടുതലായിരിക്കും കായട. എത്ര? 15. ഗുഡ്. ഒന്നിച്ച് 10 കിട്ടി അല്ലേ ഒരു ദിവസം? ഗുഡ്. മാർക്ക് നേടിക്കോ, മാക്സിമം നേടിക്കോ. മോന്റെ പേരെന്ത്? പോയി. നിന്റെ പേരെന്ത്? പോയി. നിന്റെ പേരെന്ത്? പോയി. നിന്റെ പേരെന്ത്? പോയി. ഒന്നുകൂടി ആലോചിച്ച് പറഞ്ഞേ. നിന്റെ പേരെന്ത്? അജൽ വേണു. വാ. നിന്റെ പേര്? അതാണ്. ഈ ടീം എന്ത് സ്പിരിറ്റ് അറിയോ? എന്തൊരു പ്രോത്സാഹനം അറിയോ പരസ്പരം കൊടുക്കുന്ന. നിങ്ങൾക്കില്ലേ ടീമിന് മാർക്ക് തെറ്റാ? ടീമിന് ഒരു സമ്മാനം വേറെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ടീമിനെ കിട്ടും. നിങ്ങൾക്ക് 50 മാർക്ക് ഒറ്റയടിക്കേ. ഭയങ്കര ടീം വരും. സൂപ്പർ. ഓക്കെ. മോന്റെ പേരെന്ത്? ഗുഡ്. അതന്നെടാ, അതന്നെ. നിന്റെ പേര്? അഭിനന്ദ്. സന്തോഷ്. വിനായകൻ. യെസ്. ഇരിക്കെ 4 പേര് ഇരിക്കെ. നല്ല മക്കൾ. ഈ 4 പേര് ആദ്യത്തെ കളിയിൽ വരും. പ്രോത്സാഹനം കൊടുക്കണം. എങ്ങനെയെന്നാൽ പറഞ്ഞു കൊടുക്കണം. ഈ ടീം അറ്റത്ത് പോയ, കുറച്ച് അങ്ങോട്ടേക്ക് പോയ 5 സെക്കൻഡ് കസര വലിക്കാതെ പൊക്കിട്ട് 1 2 3 1 2 3 4 4 4 and 5. കുറച്ചും കൂടി അടുത്ത് പോ. ഈ ടീം കുറച്ച് ഒതുങ്ങിയെന്ന് അടുത്തിരുന്ന്. വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്നോ. ഓളണിച്ചേ.